ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ 3 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കാതെയാണ് തൊഴിലാളികൾ ടാങ്കിൽ ഇറങ്ങിയതെന്ന് കണ്ടെത്തി. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു കട്ടപ്പനയിലെ ഹോട്ടലിന് മുന്നിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടമുണ്ടായത്. കമ്പം സ്വദേശി ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലം കണ്ടില്ലെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന അയൽവാസി പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ ഒരു 10:15 മണിയോടുകൂടി ഒരു വലിയ ബഹളം, അണ്ണാന്ന് അങ്ങനെ തമിഴ്നാട്ടിലുള്ള അവരുടെ സ്ഥലത്തിലുള്ള വിളി കേട്ടുകൊണ്ടാണ് ഞാനൊക്കെ ഇറങ്ങി വരുന്നത്. വരുമ്പോൾ അധികം ആൾക്കാർ ഇവിടെ സ്ഥലത്തില്ല. അവർ പറഞ്ഞു ഒരാൾ പോയി 2 പേര് 3 പേര് ഇതിനകത്ത് പോയി, അവർക്ക് വിളിച്ചിട്ട് റെസ്പോൺസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട്, വലിയ ടാങ്ക് ഉണ്ടാക്കി 6 ഇഞ്ച് കനത്തിലുള്ള സ്ലാബ് ഇട്ട് അതിൻ്റെ അടിയിലാണ്. അപ്പോൾ അത് പൊളിക്കാതെ ഇറങ്ങാൻ വരാതെ വന്നുകൊണ്ട് JCB വിളിച്ച് വരുത്തി അതിൻ്റെ സൈഡ് പൊളിച്ച് ടാങ്ക് പൊളിച്ചിട്ടാണ് അവരെ പുറത്തെടുക്കുന്നതിന് കഴിഞ്ഞത്. അപകടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട്. ഇത്തരം വർക്കുകൾ ചെയ്യുമ്പം ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ അനുമതി വാങ്ങി മുനിസിപ്പാലിറ്റിയുടെ ഒരു സേഫ്റ്റി മെഷർ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഭാവിയിലും അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഗവൺമെന്റ് സംവിധാനത്തിന്റെ എല്ലാം അന്വേഷണവും പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവേണ്ടതുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നും ഇന്നു തന്നെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ഇടുക്കി ADM പറഞ്ഞു. ദാരുണമായ ആകസ്മികമായ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അവർക്ക് ദുരന്തബാധിതരുടെ ആശ്രിതർക്ക് ആവശ്യമായ എല്ലാ കോർഡിനേഷനും, അതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും മിനിസ്റ്റർ നിർദ്ദേശം തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും വിശ്വസിക്കാനായിട്ടില്ല ബന്ധുക്കൾക്ക്. ചേതനയേറ്റ മൃതദേഹങ്ങൾ കണ്ടതോടെ സങ്കടക്കടലായി മാറി ആശുപത്രി പരിസരം. മൂന്നുപേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൈരളി ന്യൂസ്, ഇടുക്കി.